ഹായ് ഓൾ, എല്ലാവരും CGL-ന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലോട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പലരും പറയുന്നു ഓക്കെ നമുക്ക് ഒരുപാട് സമയം കിടപ്പുണ്ട്. ഓക്കെ, സമയമുണ്ട്. നമുക്ക് എക്സാംസ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് എക്സാം അല്ലേ? പക്ഷേ ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ വൊക്കാബ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഡിയംസ് നമ്മൾ കണ്ടിരുന്നു. അതേപോലെ ഇന്ന് ഞാൻ വൊക്കാബ്സ് പറയാൻ പോകുന്നത് റൂട്ട് വേർഡ് ടെക്നോളജി, റൂട്ട് വേർഡ് മെത്തേഡ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. ഈവൻ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, റൂട്ട് വേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. സോ വെൽക്കം എവ്രി വൺ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. പർച്ചേസ് ചെയ്തവർക്ക് ലൈവ് ക്ലാസ്സസ്, അവർക്ക് വീണ്ടും സെഷൻസ് കാണണമെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള മെൻറ്ററിങ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ അതാത് കോഴ്സസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെയിൽവേയുടെ ബാച്ച്, അതേപോലെ തന്നെ SSC CGL-ൻ്റെ പുതിയ ബാച്ചസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് 3 സെൻറ്റേഴ്സ് ഉണ്ട്, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ്. അതിൻ്റെ എല്ലാം നമ്പേഴ്സും ഫോൺ നമ്പേഴ്സും ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്, അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രെയിറ്റ് അവേ തന്നെ നമുക്ക് റൂട്ട് വേർഡ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാനൊരു 2 റൂട്ട് വേർഡ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ റൂട്ട് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് വേർഡാണ്. അതായത് ഒരു വേർഡിൻ്റെ ഒരു പാർട്ടാണ്. അത് ചിലപ്പോൾ നമുക്ക് പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യാം, ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യാം. അതായത് ആ വേർഡിന് ശേഷം നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് പൊതുവേ നമ്മൾ ഈ റൂട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താ പറയുക, ഒറിജിനുണ്ട്. അതായത് ചിലപ്പം ലാറ്റിൻ ഒറിജിൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പല ലാംഗ്വേജിനെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഫ്രഞ്ച് ആയിരിക്കും, ലാറ്റിൻ ആയിരിക്കും, ഗ്രീക്ക് ആയിരിക്കും. അപ്പോൾ ഒരു വേർഡിൻ്റെ ഒരു ബേസിക്, ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിനെ നമുക്ക് റൂട്ട് വേർഡ് എന്ന് പറയാം. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ സഫിക്സ് ആയിട്ടോ പ്രിഫിക്സ് ആയിട്ടോ ആഡ് ചെയ്യാം. അത് ഇന്നടത്ത് മാത്രമേ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പല ഒറിജിനൽ വരുന്ന റൂട്ട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസം ഒരു 2 റൂട്ട് വേർഡ്സ് പഠിച്ചാൽ പിന്നെ ആ റൂട്ട് വേർഡിനെ ബേസ് ചെയ്ത് നമുക്കൊരു 10ഓ 20ഓ എത്ര വൊക്കാബ്സ് പുതിയത് വന്നാലും നമുക്ക് തന്നെ മീനിങ് ഗെസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് CGL സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, CGL-ആർക്ക് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വൊക്കാബ് ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ റൂട്ട് വേർഡ്സ് വെച്ചുകൂടിയും നമ്മൾ ഒരു വേർഡ് പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ കുറേയൊക്കെ വേർഡ്സ് നമ്മളൊരു 50 റൂട്ട് വേർഡൊക്കെ ആയി കഴിയുമ്പം കുറേ വേർഡ്സിൻ്റെ മീനിങ് നമുക്ക് തന്നെ ഗെസ് ചെയ്യാനായിട്ട് പറ്റും, എത്ര ടഫായിട്ടുള്ള വലിയ വേർഡ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ പാർട്ട് ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2 റൂട്ട് വേർഡ്സ് ആണ്. അതിലാദ്യത്തത് പെതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനാണ്. പെതി എന്ന് പറഞ്ഞാൽ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്, അതിനെയാണ് പെതി എന്ന് പറയുന്നത്. ഓക്കെ, പെതി. അപ്പോൾ അതൊരു റൂട്ട് വേർഡാണ്, വിച്ച് മീൻസ് ഇമോഷൻ, ഫീലിങ്സ്. ഓക്കെ, ശരി. അപ്പോൾ അത്ര ആദ്യം പഠിക്കാം, ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന്. ഇനി ഞാൻ 7 വേർഡ്സ് ആ റൂട്ട് വേർഡിനെ ബേസ് ചെയ്ത് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, 7 വേർഡ്സ് ഞാൻ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെതി എന്ന് പറയുന്നത് പാദോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. ഓക്കെ, പാദോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് പെതി. പൊതുവേ അത് സഫിക്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസീസിനകത്തും നമുക്ക് മെഡിക്കൽ ടേംസിൽ നമുക്ക് പെതി എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് മീനിങ് എന്ന് പറഞ്ഞാൽ സഫർ ചെയ്യുക, അസുഖം,
എന്നൊക്കെയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ന്യൂറോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും നെർവ് ഡിസീസാണ്. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെറ്റിനോപ്പതി അല്ല, റെറ്റിനോപാതോപ്പതി എന്ന് പറഞ്ഞാൽ റെറ്റിനയുടെ ഡിസീസാണ്. അപ്പോൾ റെറ്റിനോപാതോപ്പതി അതുണ്ട്. മയോപ്പതി അത് മസിൽ ഡിസീസാണ്. അപ്പോൾ മെഡിക്കൽ ടേം അതല്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പതി നിങ്ങൾ ചിലപ്പോൾ വേറെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസീസ് എന്നോ സഫറിംഗ് എന്നോ ഉണ്ട്, അത് പക്ഷേ മെഡിക്കൽ ടേമിലാണ്. നമ്മൾ തൽക്കാലം ഇവിടെ മെഡിക്കൽ ടേമിലല്ല ഞാൻ പറയുന്നത്. തൽക്കാലം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നോർമൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, കാർഡിയോപ്പതി, സൈക്കോപ്പതി, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഹോമിയോപ്പതി, അതെ അത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പതി വെച്ചിട്ടുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ റെക്കോർഡ് സെഷനാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തത് സിംപതി. സിംപതി അതായത് ഒരു എന്താ നമുക്കൊരു സഹതാപം തോന്നുക, ഫീലിംഗ് ഓഫ് പിറ്റി, സിംപതി. അപ്പോൾ ഫീലിംഗ് ആണ് എന്താണ്, അയ്യോ ഷോ എന്നൊക്കെ നമുക്കൊരു നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമല്ലോ, പിറ്റി, അതിനെയാണ് നമ്മൾ സിംപതി എന്ന് പറയുന്നത്. അയ്യോ പാവം, കഷ്ടം, നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സിംപതി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എംപതി എന്താണ്? എംപതി. ഓക്കെ, സിംപതി എംപതിയും തമ്മിലുള്ള വ്യത്യാസം. സിംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, ഫീലിംഗ് ആണ്. പക്ഷേ എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാഷൻ, അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സിംപതി ഒരു ഫീലിംഗ് ആണെങ്കിൽ എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സിംപതി എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ കഷ്ടമായി പോയട്ടോ, മോശം, അങ്ങനെ നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ്, നമ്മൾ ഫീലിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് സിംപതി എന്ന് പറയുന്നത്. അയ്യോ കഷ്ടം, അയ്യോ കാലൊടിഞ്ഞോ, അയ്യോ കഷ്ടമായിപ്പോയി, അങ്ങനെ ഒരു ഫീലിംഗ് മാത്രമാണ്. പക്ഷേ എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് പറയും, ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ഇപ്പോൾ ഇത് ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മറ്റൊരാളുടെ ഫീലിങ്ങിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് സിംപതിയും എംപതിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണേ. നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയും, അയ്യോ കഷ്ടമായി പോയട്ടോ, സാരമില്ല, നിനക്ക് ചേർന്ന ബന്ധമല്ലായിരുന്നു, പോട്ടെ കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളൊരു അങ്ങനെ നമ്മളങ്ങ് സഹതപിക്കുകയാണ്. പോട്ടെ, സാരമില്ല, എന്നാലും നിനക്ക് ചേരുന്നതല്ലായിരുന്നു, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ആശ്വസിപ്പിച്ച് വിടുക. പക്ഷേ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുമെന്നറിയോ, എനിക്ക് മനസ്സിലാവും, നിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവും, നീ എത്രത്തോളം അവളെ സ്നേഹിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്, ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരിക്കും, ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ ഒട്ടും വിഷമിക്കണ്ട. അപ്പോൾ അങ്ങനെ കൂടെ നിന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ മറ്റൊരാളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നത് എംപതിയും, അല്ലാണ്ട് ചുമ്മാ ഒരു ഡയലോഗ് അടിച്ച് വിടുന്നത് സിംപതിയുമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടെലിപ്പതി. രണ്ടാമത്തത് ടെലിപ്പതി. ടെലിപ്പതി, ടെലിഫോൺ തന്നെ എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അല്ലേ. അപ്പം ടെലിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എങ്ങനെ? ഫീലിങ്സിലൂടെ, ഇമോഷൻസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അതിനകത്ത് ഫിസിക്കലായിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ആക്ഷൻസ് കാണിക്കേണ്ട, വാക്കുകൾ കൊണ്ടൊന്നും പറയണ്ട അല്ലേ. നമുക്ക് മറ്റൊരാളുടെ മൈൻഡ് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചിലപ്പം ഒരാളെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാനായിട്ട് നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം ആ ആളിങ്ങോട്ട് തിരിച്ച് വിളിക്കുക. അപ്പോൾ നമ്മൾ അയ്യോ ഇത് ഭയങ്കര ടെലിപ്പതി ആണല്ലോ അല്ലേ, ഞാൻ ഓർത്തേ ഉള്ളൂ വിളിക്കാനായിട്ട് അല്ലേ. അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും, ഒരേ കളർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണിത്, ഞാൻ ഉദ്ദേശിച്ച സെയിം കളറിൽ നീ ഇട്ടു അല്ലേ. അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് സൈൻസോ അല്ലെങ്കിൽ സ്പീച്ചോ ഒന്നും വേണ്ട, ആ ഒരു മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്, മൈൻഡിലെ കമ്മ്യൂണിക്കേഷനാണ്, ഫീലിങ്സ് ആണ്. ഓക്കെ ശരി. അപ്പതി ഒരു ഇമോഷൻസും ഇല്ല, ഒരു ഫീലിങ്സും ഇല്ല, അതാണ് അപ്പതി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു കൺസേൺ ഇല്ല, എന്തേലും ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും ഓ
അപ്പോൾ ആ ഒരു അപ്പതി എന്ന് പറയുന്നത് അതാണ്. നമുക്കൊരു പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ ഇല്ല, നമ്മളെല്ലാത്തിലും ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുവാണ്, ഒരു ഇമോഷനും ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇതൊരു അൽഷിമേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒക്കെ ഒരു സിംറ്റമായിട്ട് പറയാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിൻ്റെ ഒക്കെ ഒരു സിംറ്റമാണ് അപ്പതി എന്ന് പറയുന്നത്. ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ഇമോഷൻ ഇല്ല, അതാണ് അതിനെയാണ് അപ്പതി എന്ന് പറയുന്നത്. ശരി, വീണ്ടും അടുത്ത് അപാത്തിയ. ഓക്കെ, അപാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതൊരു ഒരു നെഗറ്റീവ് ഒരു കൊണോട്ടേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമോഷനും ഇല്ല. അപ്പതി പോലെ തന്നെയാണ്, നമുക്ക് ഒരു ഇമോഷൻസും ഇല്ല, ചതഞ്ഞേന്ന് ഒരു ഇമോഷൻസും ഇല്ല. അപ്പതിയിൽ നിന്ന് തന്നെയാണ് അപ്പത്തിയ എന്ന് വരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയൊരു എന്താ പറയുക, അപ്പത്തിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അപ്പത്തിയ എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡിൻ്റെ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇമോഷൻസ് വന്നാലും നമ്മുടെ മൈൻഡ് കുലുങ്ങത്തില്ല. അപ്പതി നമുക്ക് ഇമോഷൻസേ ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനാണ്, അങ്ങനെ ഒരു കണ്ടീഷനെയാണ് അപ്പത്തിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോറോലെസ് സിമിലർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താണ്, നമ്മൾ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുക, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആ ഒരു സ്റ്റേറ്റ് നിൽക്കുമ്പോൾ അപ്പത്തിയ എന്ന് പറയും. ഓക്കെ, ശരി, എങ്കിൽ അടുത്ത ആളെ കാണാം. ആൻറ്റിപ്പതി. ഓക്കെ, ആൻറ്റി എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ഡിസ്ലൈക്കാണ്, ഒരു നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോടുള്ള ഒരു ഇഷ്ടക്കേട്, ആ ഒരു ഫീലിംഗ് ആണ് ആൻറ്റിപ്പതി എന്ന് പറയുന്നത്, ഒരു ഡിസ്ലൈക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, അതൊരു ഇഷ്ടക്കേട്. ഇപ്പോൾ റീമ മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് കയറണ്ട, എന്തോ പോലെ അങ്ങനെ. അപ്പോൾ ആ ഒരു ഇഷ്ടക്കേട്, അതിനെയാണ് നമ്മൾ ആൻറ്റിപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആണ്. ചിലപ്പം മൈൻഡ് ടു മൈൻഡ് ആവാം, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നതാവാം, ചിലപ്പോൾ ഇമോഷൻസേ കാണില്ല. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ പതി, ഇമോഷൻസ്, ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ആൻറ്റിപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേട്, അങ്ങനത്തെ ഒരു ഫീലിംഗ്, എപ്പോഴും എന്നാലും എന്താണത്, അങ്ങനത്തെയൊക്കെ ഒരു ഫീലിങ്ങിനെയാണ് ഇഷ്ടക്കേട്, അതാണ് ആൻറ്റിപ്പതി. ആൻഡ് പാതോസ് ഞാൻ പറഞ്ഞായിരുന്നു, പതി ഡിറൈവ് ചെയ്തിരിക്കുന്നത് തന്നെ പാതോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം, ഒരു സഹതാപം, ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക, അതാണ് പാതോസ് എന്ന് പറയുന്നത്. ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പാതോസ് എന്ന് പറയുന്നത്. എന്താ പറയുക, ഇതെല്ലാം എല്ലാം സെയിം തന്നെയാണ്. അതായത് അതൊരു ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് വിഷമവും സിമ്പതിയും പിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റീനെയാണ്, ആ ഒരു ഇമോഷൻസിനെ നമുക്ക് പാതോസ് എന്ന് പറയാം. ഓക്കെ, ശരി, ഈ പാതോസ് ഒക്കെ സാധാരണ ലിറ്ററേച്ചറിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പെതി എന്ന് പറഞ്ഞാൽ ഇമോഷൻ, ഫീലിംഗ്. ഓക്കെ, ശരി, ഇനി നിങ്ങൾക്ക് ഇതുപോലെ പതി വെച്ചിട്ടുള്ള ഏതെങ്കിലും റൂട്ട് വേർഡ് അറിയാമെങ്കിൽ, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, അറിയാവുന്നതൊക്കെ താഴെ ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ആളെയും കൂടെ നമുക്ക് പഠിക്കാം, ഒരാളെയും കൂടെ നമുക്ക് പഠിക്കാം. ഫിഡ്. ഓക്കെ, ഫിഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്നാണ്, ട്രസ്റ്റ്, വിശ്വാസം. ഓക്കെ, ഫിഡ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്, ഫെയ്ത്ത്, വിശ്വാസം. കോൺഫിഡൻറ്റ്. ഓക്കെ, ഹീ ഈസ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം സ്വന്തമായിട്ടുണ്ട്. അതായത് സ്വന്തം കഴിവിൽ ട്രസ്റ്റ് ഉണ്ട്, ബിലീഫ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്. കോൺഫിഡൻറ്റ്, കണ്ടോ, ആ ഫിഡ് എന്ന് പറയുന്ന ആ ട്രസ്റ്റാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസമുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഹീസ് കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അത് വെർബ് നൗൺ ഫോംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, അയാൾ കോൺഫിഡൻറ്റ് ആണ്, ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നതിനെയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എന്താണ്, ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുമെന്നൊരു ഐഡിയ കിട്ടും അല്ലേ.
ട്രസ്റ്റ് ചെയ്യുക, മറ്റൊരാളെ വിശ്വസിക്കുന്നതിനെയാണ് കൺഫൈഡ് ചെയ്യുക. കൺഫൈഡ്, ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ചെയ്യുക. കേട്ടോ? അപ്പോൾ എല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബേസിക് ഫിഡ് എന്നുള്ള ആ ട്രസ്റ്റ് തന്നെയാണ് എല്ലാത്തിൻ്റെയും, അല്ലേ? അപ്പോൾ ഈ നമ്മളൊരാളെ വിശ്വസിച്ചിട്ട് നമുക്കൊരാളെ ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും, ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം ഒരാളെടുത്ത് ഷെയർ ചെയ്യണം. കാരണം നമ്മൾ അയാളിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കൺഫൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണെ, എന്താ, ഐ കൺഫൈഡഡ് ഇൻ ഹിം അബൌട്ട് മൈ പേരൻസ് divorce. Okay, I confided that my parents got divorced. I confided that my parents got divorced. അപ്പം ഞാൻ എന്താ, ഐ കൺഫൈഡഡ് ഹർ, ഞാൻ അവളെ വിശ്വസിച്ച് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. എന്താണ്, പേരൻസ് ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള സത്യം ഞാൻ അവളോട് പറഞ്ഞു, അത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് അവളുടെ വിശ്വാസമുള്ളതുകൊണ്ട് ഐ ട്രസ്റ്റ് ഹർ, അല്ലേ? യെസ്, അതാണ്. അപ്പോൾ ആ കൺഫൈഡ് എന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നതിനെയാണ്. അതായത് നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യം നമ്മൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന്. അടുത്തത് കോൺഫിഡൻറ്റ് എന്ന് തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷേ എ ആണ് അവിടെ. കോൺഫിഡൻറ്റ് അവിടെ എ ആണ് ഉള്ളത്. കോൺഫിഡൻറ്റ് എ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ. ഓക്കെ, നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് കോൺഫിഡൻറ്റ്. എ ആണ് അവിടെ, കോൺഫിഡൻറ്റ്. കണ്ടോ? അപ്പോൾ കോൺഫിഡൻറ്റ് ഈ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രസ്റ്റാണ്, ആ ഒരു ബിലീഫാണ്, ഫെയ്ത്താണ്. കോൺഫിഡൻറ്റ് എ ആ വരുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. മനസ്സിലായോ? ഇനി കോൺഫിഡാൻറ്റ്, കോൺഫിഡാൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഇയും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഒരു ഫീമെയിൽ കോൺഫിഡൻ്റ് ആണ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഗേൾ ആണെങ്കിൽ, ഒരു ഫീമെയിൽ ആണെങ്കിൽ, അല്ലേ? ഇപ്പോൾ ഒരു പെണ്ണിന് മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വിശ്വസിച്ചൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ കോൺഫിഡാൻറ്റ് എന്ന് പറയും. അവിടെ ഒരു ഇയും കൂടി ഉണ്ട്. ഓക്കെ, ANTE. ഓക്കെ, ANTE. അടുത്ത ഡിഫിഡൻറ്റ്. നെഗറ്റീവാണ്, അതായത് ഒരു കോൺഫിഡൻസും ഇല്ല. ഡിഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസും ഇല്ലാത്തതിനെയാണ് നമ്മൾ ഡിഫിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വേർഡാണല്ലോ. അപ്പോൾ ഡിഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസും ഇല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം സ്ട്രെങ്ത്, കേപ്പബിലിറ്റീസ്, എബിലിറ്റീസ്, അതിനെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമില്ല. അതിനെയാണ് നമ്മൾ ഡിഫിഡൻറ്റ് എന്ന് പറയുന്നത്. ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്കോർഡ് ബുക്കിലൊക്കെ ഫ്രണ്ട് പേജിൽ കാണും, അല്ലേ? ഹി ഓർ ഷീ ഈസ് എ ബോണഫൈഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ എന്താണ് ഈ ബോണഫൈഡ് എന്ന് പറയുന്നത്? ഒരു റിയൽ ആയിട്ട് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. അതായത് ട്രസ്റ്റ് വർത്തി ആണ്. ആ ആൾ ട്രസ്റ്റ് വർത്തിയാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതാണ് ബോണഫൈഡ്. റിയൽ അല്ലെങ്കിൽ ജെനുവിൻ, അതായത് ഭയങ്കര സിൻസിയർ ആണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും, അല്ലേ? റെക്കോർഡ് ബുക്കിലൊക്കെ എല്ലാവരും ബോണഫൈഡ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഒരു സെറ്റും കൂടെ കാണിച്ചു തരാം. ഇൻഫിഡിൽ. എന്ന് പറയുന്നതൊക്കെ തന്നെ നെഗറ്റീവ് വേർഡാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒന്നിനോടും വിശ്വാസമില്ലാത്ത ആൾ. എത്തിസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒരു വിശ്വാസമില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇൻഫിഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അറിയത്തില്ലാത്ത മീനിങ്സിൻ്റെയൊക്കെ അറിയത്തില്ലാത്ത വേർഡ്സിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇൻഫിഡിൽ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ അതൊരു ഒഫൻസീവ് ടേം ആണെന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ മറ്റൊരാൾ പറയുന്നത് നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നിയില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻഫിഡിൽ, ഹി ഈസ് ആൻ ഇൻഫിഡിൽ പേഴ്സൺ എന്ന് പറയാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വാസമില്ലാത്ത അങ്ങനെയും ആ ഒരു എത്തിസ്റ്റിനെയും നമുക്ക് ഇൻഫിഡിൽ എന്ന് പറയാം. നെക്സ്റ്റ് എഫിഡവിറ്റ് അല്ലേ? എഫിഡവിറ്റ് എന്താണ്? അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു എഫിഡവിറ്റ് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. എന്താണ്? ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇറ്റ് ഈസ് ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു എഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയാണ്, വിശ്വസനീയമായ ഒന്നാണ് എന്നതാണ്. ഓക്കെ, പെർഫിഡി. അപ്പോൾ അവിടെയും എന്താണ് ഈ പറയുന്ന
ഫിഡുണ്ട്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തോ ആണല്ലോ. അപ്പോൾ പെർഫിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക, ആ വിശ്വാസമില്ലാണ്ട് വഞ്ചന, എന്താ നമുക്ക് ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചതി, വഞ്ചന, അതായത് നമ്മുടെ ആ ഫെയ്ത്ത് അവിടെ പോയി, അതാണ് പെർഫിഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വിശ്വാസം തകർക്കുക, ആ ഒരു ട്രസ്റ്റിനെ തകർക്കുന്നതിനെയാണ് പെർഫിഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫൈഡോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും പെറ്റ് ഡോഗ്സിന് അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ പെറ്റ് ഡോഗ്സിന് കൊടുക്കുന്ന ഒരു കോമൺ പേരാണ് ഫൈഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈഡോയുടെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ ഒറിജിൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ഫെയ്ത്ത്ഫുൾ എന്നൊരു രീതിയിൽ എബ്രോഡിലുള്ളവരൊക്കെ അവരുടെ ഡോഗ്സിന് ഇടുന്ന പേരാണ്. ഫെയ്ത്ത്ഫുൾ ആണ്, ട്രസ്റ്റ് വർത്തി എന്നുള്ളൊരിതാണ് ഫൈഡോ. അപ്പോൾ ആ ഭയങ്കര ട്രസ്റ്റ് വർത്തി എന്ന ഒരു രീതിയിൽ സാധാരണ പെറ്റ്സിന് കൊടുക്കുന്ന ഒരു പേരാണ്. അപ്പം ഭയങ്കര ലോയലായിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പെറ്റിൻ്റെ ഒരു പേരാന്നേ ഉള്ളൂ. ഓക്കെ, ഫിഡിലിറ്റി ലോയൽറ്റിക്കാണ്, ആ വിശ്വാസ്യത അല്ലേ, ആ നൗൺ ഫോമാണ്. ആ ഒരു വിശ്വാസ്യതയ്ക്കാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റി, നമ്മൾ ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുക അല്ലേ. പ്രത്യേകിച്ച് ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത്, നമ്മുടെ സ്പൗസിൻ്റെ അടുത്ത് ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുന്നതിനെയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മാലഫൈഡ്. മാൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു നെഗറ്റീവ് വേർഡാണ് അല്ലേ. യെസ്, അതും ഈ പറയുന്ന പോലെ ചതി, വഞ്ചന എന്നൊക്കെ തന്നെയാണ്. ഇല്ലീഗലായിട്ട്, ഡിസോണസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ച ആ വിശ്വാസം തകർക്കുന്നതിനെയാണ് മാലഫൈഡ്. കേട്ടോ, അപ്പോൾ ആ ഫിഡ് എന്നുള്ള ഒരൊറ്റ റൂട്ട് വേർഡിൽ നിന്നാണ് ഞാൻ ബാക്കിയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കും ബാക്കി വേർഡ്സ് ഇതിൽ നിന്ന് ഫിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ താഴെ കോമെൻറ്റ് ബോക്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 12ഉം അതേപോലെ 7ഉം ഒരു 19 വേർഡ്സ് ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ കൂടെ 2 റൂട്ട് വേർഡ്സേ പഠിച്ചിട്ടുള്ളൂ അല്ലേ. 2 റൂട്ട് വേർഡ്സേ പഠിച്ചുള്ളൂ. പക്ഷെ അത് വെച്ച് ഓൾമോസ്റ്റ് ഒരു 20+ വേർഡ്സ് നമുക്ക് മീനിങ്സ് നമുക്ക് ഗെസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരും ദിവസങ്ങളിൽ നിങ്ങളും റൂട്ട് വേർഡ്സ് പഠിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് എങ്ങനെയും വൊക്കാബ്സ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ, കീപ് പ്രാക്ടീസിങ്. അപ്പോൾ ഹോംവർക്കായിട്ട് പറ്റുമെങ്കിൽ ഫിഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പെതിയും വെച്ചിട്ടുള്ള അറിയാവുന്ന എക്സാമ്പിൾസ് ഒന്ന് താഴെ ഷെയർ ചെയ്യാം വിത്ത് മീനിങ്സ്. ഓക്കെ, ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.